നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ പുതിയ അപ്ഡേഷനെ കുറിച്ചാണ്. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ നമ്മുടെ പഴയ വേർഷന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു യു ഐ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ വേർഷൻ നമുക്ക് യു ഐ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പുതിയ വേർഷനിൽ യു ഐ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. മാറ്റങ്ങൾ പറയുമ്പോൾ അത് പിന്നെ യു ഐയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ അതിലുപരിയായിട്ട് ഒരുപാട് ബഗ്ഗുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ ഇതിൽ കവർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഈ ഒരു പുതിയ വേർഷൻ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഴയ വേർഷൻ പുതിയ വേർഷൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യുന്നു. സോറി, റീലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് വിൻഡോ ഒക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലോഗോയുമായി ബന്ധപ്പെട്ട ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ ലോഗോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രൂപത്തിലൊക്കെ ആനിമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊരു 3 ടീമോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതില് പഴയ പോലെ തന്നെയാണ്. ഇതിൽ അതുപോലെ തന്നെ ബിഗ് സ്ക്രീൻ മോഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കളർ കൊടുത്താൽ ഈ രൂപത്തിൽ കളർ ഇവിടെ വരും. അതുപോലെ തന്നെ ഇത് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. റെഡ്, ഗ്രീൻ, ബ്ലൂ വരുന്നുണ്ട്. പിന്നെ സബ് ജൂനിയർ ഓരോ ടാലന്റ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ടാലന്റ് പറയുമ്പോൾ കലാപ്രതിഭ പട്ടം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള അത് നമ്മൾ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കാറ്റഗറീസ് പോയിന്റ് കാണാൻ പറ്റും. സ്റ്റുഡന്റ് ടാലന്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജൂനിയർ സ്റ്റുഡന്റ് ടാലന്റ്, സീനിയർ, ഓരോ കാറ്റഗറൈസ് കാണുന്നുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ടുള്ളത് അവിടെ തന്നെ ഓരോ ഫോട്ടോ കാണിക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ടർ കളർ അങ്ങനെ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഫസ്റ്റ് മാനുവലിൽ ഡൗൺലോഡ് ബട്ടൺ താഴോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഓക്കെ, ഈ ഒരു ഭാഗം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗം ഡാർക്ക്, അവിടെ ചില ആളുകൾ ഡാർക്ക് ലൈറ്റ് ഒക്കെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാർക്ക് ലോഗോ ഉള്ള ആളുകൾക്ക് ഒരു ഡാർക്ക് വൈറ്റ് വേണമെങ്കിൽ ആക്കാം. ആ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഐക്കൺസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ സെറ്റിംഗ്സിൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് പറയാം ഇൻഷാല്ല. സെറ്റിംഗ്സിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുടെ ഏതോ കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെർഷനിൽ ഇല്ല. ഇൻഷാല്ല നമ്മൾ അടുത്ത വേർഷൻ 1.2 ആണ് നമ്മളിപ്പോ ഷെയർ ചെയ്തിട്ടുള്ള വേർഷന്. 1.3യിൽ നമ്മൾ ഒരു മിക്സ്ഡ് കാറ്റഗറി ഐറ്റം കൂടി കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ നിലവിൽ ചില മത്സരങ്ങൾ നമുക്ക് മിക്സ്ഡ് കാറ്റഗറി നടത്താൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ഉണ്ട്, ഫസ്റ്റത്തെ വേർഷനിൽ തന്നെ ഉണ്ട് മിക്സ്ഡ് കാറ്റഗറി നടത്താൻ ഒരു അവസരമുണ്ട്. പക്ഷെ അത് അങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു ബഗ് ഉണ്ട്. അത് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ല നമ്മൾ V3യില് നമ്മൾ വേർഷൻ 1.3 നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ സൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ വേണ്ട ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൽ വന്ന് പബ്ലിക് ഡിസ്പ്ലേയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ പബ്ലിക് ഡിസ്പ്ലേയിൽ നമുക്ക് സ്ലൈഡ് ഷോയുമായി ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സ്ലൈഡ് ഷോയിൽ എന്തൊക്കെ കാണിക്കണം, അതൊക്കെ കാണിക്കണ്ട. നമ്മുടെ സ്റ്റുഡന്റ് ടാലന്റ് മൊത്തത്തിലുള്ള പിന്നെ എന്താ കലാപ്രതിഭ ടാബിൾ കാണിക്കണമെങ്കിൽ ഇത് ടിക്ക് ചെയ്താൽ മതി. ഈ കാറ്റഗറൈസ് കാണിക്കുന്നത് ടിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. പിന്നെ എത്ര റീസെന്റ് റിസൾട്ടുകൾ കാണിക്കണം ചോദിക്കുന്നുണ്ട്. എത്ര സെക്കൻഡ് ഒരു സ്ലൈഡ് കാണിക്കണം ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കസ്റ്റമർ കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നില്ല. പബ്ലിക് ഹോം പേജുമായി ബന്ധപ്പെട്ട് എത്ര ലീഡർ കാർഡ്, ഇപ്പൊ ചില ടീം പിന്നെ ടെസ്റ്റ് നടത്തുന്ന ആൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ നമ്മുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷന് 4 ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വെർഷനിൽ. അപ്പോൾ 5-6 ടീമുള്ള ആളുകൾക്കൊന്നും 4 ടീമിനെ കാണിക്കുന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ജസ്റ്റ് പബ്ലിഷ്ഡിൽ എത്ര എണ്ണം കാണിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് പബ്ലിക് ഹോം ഹീറോ ലൈറ്റ് ഡാർക്ക് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഡാർക്ക് ആക്കിയാൽ നമുക്ക് ഈ രൂപത്തിൽ വരും. സേവ് കൊടുക്കാം. ഇപ്പൊ ഡാർക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പോയിന്റ് ഗ്രേഡ് മറ്റൊക്കെ പഴയ പോലെ തന്നെയാണ്. ഒന്ന് രണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടുള്ളൂ. അതൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്താൽ മതിയാകുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ മാറ്റി വരുത്തിയിട്ടുള്ളത് പീപ്പിളിലേക്ക് വന്നാല് ഇവിടെ നമ്മൾ ചെസ് നമ്പർ കാർഡില്
ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് കാണിക്കാം. ഞാൻ ഇവിടെ ഷീറ്റ് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. അത് ആദ്യ ഓപ്ഷൻ ഉള്ളതാണ്. ഒരു ഷീറ്റിൽ എത്രയാണോ കൊള്ളണം എന്നുള്ളതാണ്. 8 ഷീറ്റാണ് വൃത്തിയായിട്ട് കിട്ടുക നമുക്ക്. 8 ഷീറ്റ് എടുക്കാം. ആൾക്കാകുമ്പോൾ വലുതായി പോകും. 8 ഷീറ്റ് എടുക്കാം. ഇനി ഏതൊക്കെ ഹൗസ് വേണം, തൽക്കാലത്തിന് ആൾ ഹൗസ് കൊടുക്കുന്നു. ആൾക്ക് എന്തെങ്കിലും ജൂനിയർ മാത്രം കൊടുക്കുന്നു. അപ്പൊ 12 ഷീറ്റ് വരുന്നുണ്ട്. ഇനി ഇവിടെ കാർഡ് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആപ്പ് തീം, ഇവിടെ വൈറ്റ് ആപ്പ് തീം, ഹൗസ് കളർ ഡാർക്ക്, ഹൗസ് കളർ ലൈറ്റ്. നമ്മൾ ഹൗസിന് കളർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹൗസിന്റെ കളറും കൂടെ ഈ ഒരു ചെസ് നമ്പർ കാർഡിൽ ഉൾപ്പെടുത്താൻ ഓപ്ഷൻസ് ആണ്. ആപ്പ് തീം അറിയുമ്പോൾ നമ്മൾ ഡാർക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് വരിക. ഞാൻ ആപ്പ് തീമിൽ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഓക്കെ, പ്രിന്റ് കൊടുക്കുന്നു. ഓക്കെ, ക്യാൻസൽ. ഇവിടെ കാണാൻ പറ്റും ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇത് വലുതായി പോയിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ചെസ് നമ്പർ കാർഡ് എടുക്കാം. 8 നമുക്ക് 9 ആക്കി വെക്കാം. 9 ഏറ്റവും ബെസ്റ്റ്. സോറി, നേരത്തെ പറഞ്ഞ തിരിച്ചൊന്നു. 9 ബെസ്റ്റ്. നമുക്ക് നോക്കി വെക്കാം ഒന്നുകൂടെ. ആപ്പ് പ്രിന്റ് എടുത്ത് നമുക്ക്. ഓക്കെ, 9 ബെസ്റ്റ്. സോറി, 8 അല്ല 9. ഇപ്പൊ കാണാൻ പറ്റും, ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇത് ലൈറ്റ് ആക്കാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ലോഗോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗോ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പുറമെ ഈ ചെസ് കാർഡ് ഉപയോഗിക്കാൻ നിർബന്ധമല്ല. നമുക്ക് വേറെ ചെസ് കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് പറയാം. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കറക്റ്റ് പറയാൻ ഞാൻ എഴുതി വെക്കാത്തതുകൊണ്ട് ഓർമ്മയില്ല. പിന്നെ കൃത്യമായിട്ട് എഴുതി വെക്കാത്തതുകൊണ്ട് കേട്ടോ, പറയാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ നമ്മളെ ജഡ്ജിങ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമ്മള് ഒരു ഈ ഗ്രേഡ് കൊടുക്കാതെ പ്ലേസ്മെന്റ് മാത്രം കൊടുക്കുന്ന വിഷയത്തിൽ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കാര്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ഈ ഔട്ട്പുട്ടിൽ വന്നാൽ ഇവിടെയുള്ള ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്താൽ അവിടെ അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട്. ഇൻഷാല്ല നമ്മളിവിടെ ഇപ്പൊ നിലവിൽ നമുക്ക് ഒറ്റ ടൈപ്പാണ് ഉള്ളത്. അതായത് സർട്ടിഫിക്കറ്റിൽ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: ക്ലാസിക് ഗോൾഡ്, മോഡേൺ ഇൻഡിഗോ, ഈ ഒരു ഇതാണ്. ഓക്കെ, ഇതൊക്കെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനും ആഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഒരു പ്രീസെറ്റ് ആയിട്ട് എന്നുള്ള 3 ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവാണ്. ചെറിയ സ്ക്രീനാണ്, ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും മാറ്റം വരുത്താൻ ഞാൻ കുറച്ച് ഇമേജ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇമേജ് ആഡ് ചെയ്യാണ്. സോറി, ഇമേജ് അപ്ലോഡ് കൊടുക്കുന്നു. ചൂസ് ഫയൽ അല്ലെ, ചൂസ് ഫയൽ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ലോഗോ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് വലുതാക്കാൻ ചെറുതാക്കാൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. സേവ് ഡിസൈൻ കൊടുക്കുകയാണ്. സേവ് ഡിസൈൻ കൊടുത്തു. അപ്പൊ സേവ് ആയിട്ട് ഞാൻ ബാക്ക് അടിക്കുന്നു. സോറി, സേവ് ആയിട്ടില്ല. സേവ് കൊടുക്കുന്നു. ഓക്കെ, സേവ് ആയി. ഞാൻ ബാക്ക് അടിക്കുന്നു. അപ്പൊ ഇവിടെ കാണാൻ പറ്റും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള വിത്ത് ഫോട്ടോ. ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ അവസാനം ചെയ്തിട്ടുള്ള ആ ഒരു പിന്നെ ഡിസൈൻ ചെയ്ത് വെച്ചുള്ള സാധനം ഇവിടെ കാണാൻ പറ്റും. ജനറേറ്റ് കൊടുക്കുന്നു. ജനറേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ആർക്കാർ കൊടുക്കേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 4 ഹൗസ് മാറ്റിയിട്ട് റെഡ് മാത്രം കൊടുക്കുന്നു. അതിൽ ജൂനിയർ മാത്രം കൊടുക്കുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് ഒരുപാട് പേർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് രജിസ്റ്റർ ആവും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത് മാത്രം കൊടുക്കുന്നത്. ജനറേറ്റ് കൊടുക്കുകയാണ്. കാണാൻ പറ്റും ഓരോ സർട്ടിഫിക്കറ്റ് വന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി പോസ്റ്റേഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലേസിന്റെ ഒരു പോസ്റ്റർ കുറച്ചുകൂടെ മനോഹരാക്കിയിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവന്റ് റിസൾട്ട് 3 പേര് റാങ്ക് വരുന്ന റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തന്നെ അതൊരു നമ്മുടെ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്ന കോലത്തിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുതിയ ഫീച്ചേഴ്സ് ആണ്. പിന്നെ ID കാർഡ് നമുക്ക് നേരത്തെ കാണിച്ച ID കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ID കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടെ. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ID കാർഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി അതേ സാധനം തന്നെ നമുക്ക് ഒരു പോർട്രേറ്റ് മോഡലും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് പോർട്രേറ്റ് മോഡൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജനറേറ്റ് കൊടുക്കുകയാണ്. ഞാൻ ആൾ ഹൗസ് സബ്ജോൺ മാത്രം കൊടുക്കും. ജസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്.
ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, PDF ആയി സേവ് ചെയ്യുക, എന്നിട്ട് ഒരു പേജിൽ 9 ഒക്കെ ആയിട്ട് പ്രിന്റ് എടുത്താൽ മതി. ഓക്കെ, ഇതെങ്ങനെ ഒന്നുകൂടെ കാണിക്കുക. അത് നമ്മൾ ഇങ്ങനെ പ്രിന്റ് എടുക്കുമ്പോൾ ഒരു പേജിൽ ഒന്നായിട്ടാണ് വരിക. ഇത് പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ജനറേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് സബ്ജക്ട് മാത്രം കൊടുക്കുന്നു, ജനറേറ്റ് കൊടുക്കുന്നു. അപ്പൊ ഏകദേശം എത്ര പേജ് ഉണ്ടാവും? ഓക്കെ, ഏകദേശം 90 പേജ് ഉണ്ട്, 90 കുട്ടികളുണ്ടാവും. അപ്പൊ ഈ കളർ കാണുന്നത് റെഡ് ആണ്, ഇത് ബ്ലൂ ആണ്, അങ്ങനെ കാണിക്കുന്നത്. ഞാൻ സേവ് ആസ് PDF കൊടുക്കുന്നു. അപ്പൊ ഇത് ഒരു പേജിൽ ഒന്നായിട്ട് എന്താണ് സേവ് ആവും. സോ ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, സേവ് ആയി. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഒന്നിന് കറക്റ്റ് സെറ്റ് ചെയ്യാം, നമുക്ക് കാർഡൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്ത് ചെയ്യാം, Ctrl+P അടിക്കാം, എന്നിട്ട് ഇത് ലാൻഡ്സ്കേപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ എടുത്തിട്ട് ഈ 2 എന്നുള്ള എന്ത് ചെയ്യാം, 2 മാറ്റിയിട്ട് 9 ആക്കുക. ഓക്കെ, 9 ആക്കി കറക്റ്റ് ഒരു പേജ് കറക്റ്റ് വരും. എന്നിട്ട് നമ്മൾ പ്രിന്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിക്ക് പ്രിന്റ് എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പം നമ്മൾ ആ ഇത് പിന്നെ ആവശ്യമില്ലെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൊണ്ടുവന്നൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേർഷൻ 2 ഇത്ര പിന്നെ ഈ ഒരു ഇത്ര ഓപ്ഷനേ ഉള്ളൂ. ഇതിപ്പോ ഒക്കെ ഒരു മോഡേൺ ഡിസൈൻ്റെ ടച്ച് ഉള്ള ഡിസൈൻസ് ആണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഇത് രണ്ട് സെറ്റ് കൂടെ വരും. അതായത് ഇതിപ്പോ 8 ഡിസൈൻസ് ആണുള്ളത്, 8 സെറ്റ് ഉള്ളത്. അങ്ങനെ 8 2 സെറ്റ് കൂടെ വരും ഇൻഷാല്ല. ഒന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക് ഡിസൈൻ, ഈ സെയിം ഡിസൈൻ തന്നെ കുറച്ച് കളറൊക്കെ വ്യത്യാസമുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ വേറെ ടച്ച് ഉള്ള ഒരു കുറച്ചുകൂടെ ഡിസൈൻ കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ല കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള പോസ്റ്റേഴ്സ് പിന്നെ കസ്റ്റമൈസ് ചെയ്യാതെ തന്നെ ഇതിലുള്ള പ്രീസെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ അവസരം ഉണ്ട് എന്ന് ഉറപ്പെടുത്താണ്. ഡൗൺലോഡ്സ് കാര്യമായിട്ടൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. ഡൗൺലോഡ്സിൽ നമ്മൾ പ്രധാനമായിട്ട് കൊണ്ടുവന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ബൈ ഇവന്റ് എന്നുള്ള സംഗതിയാണ്. നമ്മൾ ആദ്യം റിസൾട്ട് ഫുൾ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ പല കോലത്തിൽ, പല ഭാവത്തിൽ, പല മട്ടത്തിൽ ഒക്കെ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും റിസൾട്ട് റിപ്പോർട്ടിൽ വന്നാൽ ഇത് ആദ്യം ഉള്ളതാണ്. ഇതിൽ കാറ്റഗറി ചൂസ് ചെയ്താൽ ആ കാറ്റഗറിയിൽ ഫസ്റ്റ് സെക്കൻഡ് ഉള്ളതാണോ, ഗ്രേഡ് ഏത് വേണം. അതായത് ഇപ്പൊ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾ മാത്രമാണ്. അങ്ങനെയാണ് ഇത് സെലക്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കോലത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം ഇതിലുണ്ട്, ആദ്യമുണ്ട്. പക്ഷെ ഇതെന്താണ്, വിജയികൾ റിസൾട്ട് മാത്രമാണ്. നമുക്ക് റിസൾട്ട് മാത്രമല്ലാതെ എന്താണ് മുഴുവൻ കുട്ടികളെ ലിസ്റ്റ് വേണം. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സിസ്റ്റം മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികളെ ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗൺലോഡ് എക്സൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് എക്സൽ ആയിട്ട് കിട്ടുക, മറ്റൊരു CSV ആണ്, എക്സൽ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് 20 കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും. ഓരോ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ പേര്, ഹൗസ്, കാറ്റഗറി, ടെസ്റ്റ് നമ്പർ, കോഡ് കണ്ടോ കാണാൻ പറ്റും. കോഡില്ലാത്ത ഓക്കെ, ഈ രൂപത്തിൽ മൊത്തം കുട്ടികളെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പരിപാടിക്ക് ആവശ്യമായ രൂപത്തിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമ്മൾ പുതിയ കൊണ്ടുവന്നതാണ്. ഓക്കെ, പിന്നെ ഒരുപാട് ബഗ്ഗുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് നമുക്ക് ഇത് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സെറ്റപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, കാണുന്ന ഇഷ്യൂസും ബഗ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്കിതിപ്പോ എല്ലാ കാര്യം ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തന്നാൽ നമുക്ക് കുറച്ചുകൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് ഓർമ്മിപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താണെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ആർക്കൊന്നും കമന്റ് ചെയ്യാനൊന്നുമില്ല. ഇൻഷാല്ലാ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ബിസ്മില്ലാ. ഇത് നമ്മൾ പറയുന്നത് ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിലവിൽ നമുക്ക്
ഒരു എന്തുണ്ട്, ഇപ്പൊ നിങ്ങളെല്ലാവരും ആദ്യത്തെ മിക്ക ആളുകളും ആദ്യം ഒരു ഫെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫെസ്റ്റ് ആണ് ഇപ്പൊ ഈ കാണുന്ന ഫെസ്റ്റ്. നമ്മൾ അന്ന് ഫസ്റ്റത്തെ വീഡിയോ ചെയ്ത ഫെസ്റ്റ് ഇതാണ്. ഓക്കെ, ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേർഷൻ 1 ആണ് അല്ലെ, 1.1 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, 1.2 ആക്കി മാറ്റണം. അതെങ്ങനെ ചെയ്യണം നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ പോയിട്ട് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക, പുതിയ ആപ്പിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ എക്സൽ ഒരു ആപ്പ് എടുക്കുക, അതിൽ ആപ്സ് എടുക്കുക, ആപ്സിൽ എക്സൽ ഒരു ഫസ്റ്റ് ആപ്പ് V1. ഓക്കെ, എന്നിട്ട് ഇതിൽ കാണാൻ പറ്റും V1 2. V1 ഇതാണ്, നമ്മൾ പഴയതാണ്. V1 2 ക്ലിക്ക് ചെയ്യാം. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ V1 V3 4 ഒക്കെ വരാൻ മതി. നമ്മൾ ഓരോ ബഗ് ഫിക്സ് ചെയ്യും തോറും V1 3 4 ഒക്കെ വരാൻ മതി. അതുപോലെ തന്നെ പിന്നെ ചിലപ്പോൾ കാതലായിട്ട് ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ സ്ട്രക്ചറും ഫ്രെയിംവർക്ക് മാറുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ആപ്സിൽ വന്നാൽ ഇവിടെ എക്സൽ ഒരു ഫസ്റ്റ് ആപ്പ് V2 തന്നെ കാണാൻ പറ്റും. ഓക്കെ, വേർഷൻ 2 തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ വേർഷൻ 1ന്റെ സബായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ വീഡിയോ എപ്പം കാണുന്ന ആളുകളാണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഉറപ്പെടുത്താണ്. വേർഷൻ 2 കൊടുക്കുന്നു, വേർഷൻ 1 2 ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ഓപ്പൺ ആക്കുന്നു. ശ്രദ്ധിക്കാതെ എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിന് എക്സ്ട്രാക്ട് ആൾ കൊടുക്കുന്നു. എക്സ്ട്രാക്ട് ആയി. ഓക്കെ, എക്സ്ട്രാക്ട് ആയിരിക്കണം. നമ്മൾ ഓപ്പൺ ആക്കി. ഇതിൽ ആദ്യം പറയൂ. നമ്മള് ഫസ്റ്റത്തത് ഇന്ത്യയിലുള്ളത് അത് ഇത് അങ്ങനെ ആക്കാൻ പറ്റുമോ? ഏതും ചെയ്യാം, ഞങ്ങള് ആദ്യം ചെയ്തില്ലേ, ഏതും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ശ്രദ്ധിക്കട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ പിന്നെ ഫയർ സ്റ്റോർ റൂൾസ് ഉണ്ട് അതിനകത്തുള്ള ഈ ഫയർ സ്റ്റോർ റൂൾസ് ഓപ്പൺ ആക്കുക. അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഈ റൂൾസ് നമ്മൾ കോപ്പി ചെയ്യുക, Ctrl+A Ctrl+C ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ഫയർ ബേസ് വരിക. ഫയർ ബേസ് എന്നിട്ട് നമ്മൾ പ്രൊജക്ട് എടുക്കുക. പ്രൊജക്ട് എടുക്കുക. നമ്മൾ റൺ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് നിങ്ങൾ ഡാറ്റ ഒക്കെ അടിച്ച് കഴിഞ്ഞ പ്രൊജക്ട് ഇതായിരിക്കും. ആ പ്രൊജക്ട് എടുക്കുക. ആ പ്രൊജക്ട് എടുത്തിട്ട് ഇതിൽ ഫയർ സ്റ്റോർ എടുക്കുക. സിമ്പിൾ ആണ്. ഫയർ സ്റ്റോർ വന്നിട്ട് റൂൾസ് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ അത് ചെയ്ത സ്റ്റെപ്പാണ്. ജസ്റ്റ് നോക്കാം. ഞാൻ ഈ റൂൾസ് എടുക്കുന്നു. റൂൾസ് ജസ്റ്റ് നോക്കാം. അതിൽ ഏകദേശം ഓക്കെ, ഏകദേശം 886 ലൈൻസ് ഇപ്പൊ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് പുതിയ കോഡ് പേസ്റ്റ് ചെയ്യാണ്. 940 ലൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മേലേക്ക് വരാം, സേവ് കൊടുക്കുക. അതിൽ കൺട്രോൾ അടിച്ചാൽ മതി. അതിൽ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു വേർഷനിലൊന്നും ഇൻഡെക്സ് ഒന്നും മാറ്റാല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് മാറ്റാനുള്ള സാഹചര്യം ഇല്ലാത്തത്. നമുക്ക് ഏകദേശം റൂൾസ് ഈ എത്ര വേർഷൻസിലൊക്കെ റൂൾസ് മാത്രം മാറ്റിയാൽ മതി. നമ്മൾ റൂൾസ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഇതിലെ കോൺഫിഗറേഷൻ നമ്മൾ കോപ്പി ചെയ്യണം. ഈ ഒരു ഫയല് നമ്മുടെ കോൺഫിഗറേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ കോൺഫിഗറേഷൻ കോപ്പി ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യാം, സെറ്റിംഗ്സ് എടുക്കുക, ജനറൽ എടുക്കുക. അവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും ഈ കോൺഫിഗറേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്യുക. ഈ കോൺസ്റ്റ് വരെയുള്ള സാധനം കോപ്പി ചെയ്യാം, Ctrl+C. എന്നിട്ട് നമ്മുടെ പുതിയ ഫയൽ ഓപ്പൺ ആക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓക്കെ ഇത് ഓപ്പൺ ആക്കുന്നു. ഇത് ഓപ്പൺ ആക്കുന്നു. ഇതിനകത്ത് നമ്മുടെ കോൺഫിഗ് JS നമ്മൾ എഡിറ്റ് ചെയ്യുന്നു നോട്ട് പാഡ് വെച്ചിട്ട്. ഇതിനകത്ത് ഈ ഭാഗം നമ്മൾ പേസ്റ്റ് ശ്രദ്ധിക്കുക. എക്സ്പോർട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ഈ കോൺസ്റ്റ് വരെയുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത ഭാഗം പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തു. Ctrl+S അടിക്കുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇതും ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഫയൽ പുഷ് ചെയ്യണം വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞു. നമുക്ക് രണ്ട് കാര്യം ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാല് ഫയർ ബേസിലേക്ക്, രണ്ട് കാര്യം, മൂന്ന് കാര്യം. ഒന്ന് പറയുമ്പോൾ ഫയർ ബേസിലേക്ക്, ഓക്കെ, ഫയർ ബേസിലേക്ക് നമ്മൾ റൂൾസ് പേസ്റ്റ് ചെയ്യാം. ഫയർ ബേസിന്റെ കോൺഫിഗ് JS നമ്മൾ ഈ ഒരു ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യാം. ആ രണ്ട് കാര്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം ആപ്പ് ലൈവ് ആക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് പഴയ ലിങ്കിൽ തന്നെ ലൈവ് ആക്കണം എന്നുണ്ടെങ്കിൽ, പഴയ ലിങ്കിൽ തന്നെ ഈ ഒരു ആപ്പ് ലൈവ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഴയ പ്രൊജക്ട് ഡിലീറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. പഴയ ലിങ്ക് ആവശ്യമാണെങ്കിൽ പഴയ പ്രൊജക്ട് ഡിലീറ്റ് ചെയ്യണം.
അപ്പൊ എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ട് പിന്നെ ആഡ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പഴയ ലിങ്ക് തന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ താഴെ വന്നാൽ ഡിലീറ്റ് പ്രൊജക്റ്റ് കാണാൻ പറ്റും. ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എക്സൽ നമ്മൾ വെർസലായിട്ട് വന്നത്. ഓക്കെ, വെർസലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയാൻ വിട്ടതാണ്, നമ്മൾ വെർസലാണ് നമ്മൾ പ്രൊജക്റ്റ് ലൈവ് ആക്കിയിട്ടുള്ളത്. അതേ വെർസൽ വരുന്നു. നമ്മൾ ഈ ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിലീറ്റ് പ്രൊജക്റ്റ് കൊടുക്കുന്നു. ഇത് നമുക്ക് ജിറ്റ് ഹബ് വെച്ചിട്ടൊക്കെ ഈസിയായി ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ജിറ്റ് ഹബിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ജിറ്റ് ഹബ് ചെയ്തിട്ട് പുഷ് ചെയ്യാൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ ജിറ്റ് ഹബ് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പഴയ പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മൾ പഴയ പ്രൊജക്റ്റിന്റെ പേര് നമ്മൾ ഓർത്തു വെക്കണം എന്തായിരുന്നുള്ളത്. ഓക്കെ, അപ്പൊ എക്സൽ സ്കൂൾ ഫെസ്റ്റ് എന്നായിരുന്നു പഴയ പ്രൊജക്റ്റിന്റെ പേര്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പുതിയ ഫോൾഡർ ഇതിലേക്ക് പുഷ് ചെയ്യാൻ പോവാണ്. ഡൗൺലോഡ്സിലേക്ക് വരുന്നു. നമ്മുടെ ഈ ഒരു ഫയലാണ്, ഈ ഒരു ഫോൾഡറാണ് നമുക്ക് പുഷ് ചെയ്യേണ്ടത്. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. സിമ്പിൾ ആണ്. എക്സൽ ഒരു ഫസ്റ്റ് ആപ്പ്, നമ്മൾ അതിന്റെ പേര് അതല്ല, എന്താണ് എക്സൽ ഫസ്റ്റ് ആണ് എന്തായിരുന്നു. മിനിറ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റിന്റെ പേര് എന്തായിരുന്നു? എക്സൽ സ്കൂൾ ഫസ്റ്റ്. യെസ്, എക്സൽ സ്കൂൾ ഫസ്റ്റ്. ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നു, ഡിപ്ലോയ് എടുക്കുന്നു. ശ്രദ്ധിക്കുക, ഈ ഒരു പേര് വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലിങ്ക് പേര് കിട്ടൂല കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞു, നമ്മൾ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ആ ഒരു പഴയ ഫയർ ബേസിനകത്തുള്ള ഡാറ്റ ഒക്കെ ഇതിലും കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ഡാഷ്ബോർഡ് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്പ് ലൈവായി. ഓക്കെ, അപ്പൊ ഇതാണ് പഴയ ആപ്പ്. റീഫ്രഷ് ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് പഴയ ആപ്പിന്റെ ലിങ്ക്, ഇതാണ് പുതിയ ആപ്പ്. ഇത് റീഫ്രഷ് ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് Ctrl+Shift+R ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇതും റീഫ്രഷ്. ഓക്കെ, പുതിയ ലിങ്കിലേക്ക് മാറി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫയർ ബേസിനകത്ത് നമ്മൾ അടിച്ചു കയറ്റി ഒരുപാട് ഡീറ്റെയിൽസും ഡാറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതേപോലെ അവിടെ ഉണ്ടാവും, നമുക്ക് നഷ്ടപ്പെടില്ല. അതേസമയം ആപ്പിലെ പുതിയ ഫീച്ചേഴ്സും അപ്ഡേഷൻസും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എത്ര വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ മുമ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, ഒന്ന് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ വേർഷൻ 1.3യും 4 ഒക്കെ വരാൻ മതി. 3 എന്തായാലും വരും. നമ്മൾ ഒരു അപ്ഡേഷൻ പെൻഡിങ്ങിലുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്താൽ അത് വരും. അപ്പോൾ അത് വേണ്ടവർക്ക് അത് തന്നെ വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പൊ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആഡേക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹൗ ടു അപ്ഡേറ്റ് എന്നുള്ള വീഡിയോ, ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഇവിടെ വരും. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ചർച്ചകളിലും ഡിസ്കഷൻസിലും ഒക്കെ പങ്കെടുക്കാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതല്ലാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഓക്കെ, സംശയങ്ങൾ ചോദിക്കാണ്ടോ? എന്തെങ്കിലും സംശയം ചോദിക്കി, ഏതായാലും ഇവിടെ ഇരിക്കണല്ലോ കുറച്ച്. ഷാമിൽ ഉസ്താദ്, ഞാൻ ഇതുവരെ ഒന്നും